ചരിത്രം പരിശോധിച്ചാൽ സ്വഹാബികളും താബിയങ്ങളൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു. സിയർ ആലാമു നുബലാലുള്ളൊരു ചരിത്രം കാണാം. ഇയാഷ് ഇബ്നു അബി റബിയ എന്ന് പറഞ്ഞ താബി മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ പെങ്ങൾ വന്നിട്ട് അടുത്തിരുന്നിട്ട് കരയാണ്. കാക്ക മരിക്കാൻ കിടക്കാണ്, അസുഖം മൂർച്ഛിച്ചു. അനിയത്തി വന്നിട്ട് അവിടുന്ന് കരയാണ്. അപ്പോൾ അനിയത്തിനെ വിളിച്ചിട്ട് പറയാണ്, ഇയ്യാക്കി അൻ തഅസുയ ഫീ ഹാദിഹിൽ ഖുർഫ ഫഇന്നി ഖതംതു ഫീഹൽ ഖുർആൻ 12,000 മറ. മോൾ ഈ റൂമിൽ വെച്ച് തെറ്റ് ചെയ്യാൻ പാടില്ല. കാക്ക ഈ റൂമിൽ വെച്ച് 12,000 പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സ്വന്തം റൂമിൽ വെച്ച് 12,000 പ്രാവശ്യം ഓതിയിട്ടുണ്ടെങ്കിൽ മറ്റ് സ്ഥലത്ത് വെച്ച് ഈ താബി വരെ എത്ര വട്ടം ഓതിയിട്ടുണ്ടായിരിക്കും? സഹോദരങ്ങളെ, നമ്മൾ 10,000-ങ്ങളും ലക്ഷങ്ങളും മുടക്കി ഉണ്ടാക്കിയ നമ്മുടെ വീട്ടിൽ വെച്ച് എത്ര വട്ടം നമ്മൾ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്? പരിശുദ്ധ റമദാൻ ഖുർആനിൻ്റെ മാസമാണ്. അപ്പം മലക്കുകൾ പുണ്യവാളന്മാരാണെന്ന് പറയുമ്പോൾ ആ ഒരു യോഗ്യത നേടിയെടുക്കുവാൻ ഖുർആനിൻ്റെ ആളുകളായി നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ മലക്കുകൾ ലജ്ജിക്കുന്നവരാണ്, ഹദീത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സ്പീഡിൽ സഞ്ചരിക്കുവാൻ അവർക്ക് കഴിവുണ്ട് എന്ന് ഹദീത്തിൽ നിന്ന് വ്യക്തമാകും. നോക്കൂ നിങ്ങൾ, ഇന്ന് ഒരു ഗോളത്തുനിന്ന് മറ്റൊരു ഗോളത്തിലേക്ക് എത്തുവാൻ ഏകദേശം 100 കോടി പ്രകാശവർഷം എടുക്കുമെന്നാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണക്ക്. എന്നാൽ 7ാം ആകാശത്തിന് അപ്പുറമുള്ള അള്ളാഹുവിൻ്റെ അർശ് വരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെയും കൊണ്ട് ഒറ്റ രാത്രിയിൽ പോയി വന്നു എന്ന് പറയുമ്പം അവരുടെ വേഗത അത്രയുമാണ്. അത് ഹദീത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ തന്നെ അവരുടെ പ്രവർത്തനമൊക്കെ വളരെ തെർത്തീബോട് കൂടിയാണ്. മലക്കുകളുമായി ബന്ധപ്പെട്ട വിശ്വാസം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമായിരിക്കണം. അവിടെ ഇവിടെയും കുറച്ച് തോണ്ടി വെച്ച് അത് പൂർത്തീകരിക്കാതെ ചെയ്യാന്നുള്ളത് അതൊരു മുസ്ലിമിന് ന്യൂനതയാണ്, പോരായ്മയാണ്. അത് പ്രവാചകൻ മാതൃകയായി പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ സ്വഫ് നിൽക്കുന്ന സമയത്ത് അത് പൂർത്തിയാക്കി നിൽക്കണം. കാരണം മലക്കുകളുടെ സ്വഫിൻ്റെ പ്രത്യേകത എന്താണ്? അവരിങ്ങനെ പൂർത്തിയാക്കി അവർ നിൽക്കും. അവരുടെ സ്വഫിൻ്റെ പ്രത്യേകത അതാണ്. കാരണം അവർ ചെയ്യുന്ന ആരാധനകളുണ്ട്, ഹജ്ജ് മലക്കുകൾക്കുണ്ട്. അതേപോലെ തന്നെ ആ മലക്കുകൾ ചെയ്യുന്ന മറ്റൊരു ആരാധനയാണ് അൽ ഇസ്തിഫാഫ്. അവർ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ആകാശത്ത് വെച്ച് പടച്ചോന് റുക്കുവും സുജൂദും ചെയ്യാണ്. ഒരു കാല് വെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എന്താക്കാണ്? മലക്കുകൾ സുജൂദ് റുക്കുവും ചെയ്യണം. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത്? ചേർന്ന് നിന്നുകൊണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഈ ഒരു യോഗ്യത നമ്മൾ നേടിയെടുക്കണം. ചില ആളുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓൻ മറ്റേ സംഘടനയാണ്, കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഓൻ മറ്റേ സംഘടനയാണ്. നിസ്കാരത്തിലെ സ്വഫ് നോക്കിയിട്ട് സംഘടന അളക്കുകയാണ്. സഹോദരങ്ങളെ, പാടില്ല. ഇത് സംഘടനാ വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നിസ്കാരത്തിൻ്റെ ഇത്മാമിൽപ്പെട്ടതാണ്, പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് സ്വഫ് ചേർന്ന് നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അവിടെ നിസ്കാരം കൂടും, അതിൻ്റെ വുജൂബ് കൂടും, പക്ഷെ പ്രതിഫലത്തെ സാരമായി ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ